അങ്ങനെ അവൾ കണ്ണൂർ ഹോസ്പിറ്റലിലെത്തി. എമർജൻസി പെട്ടെന്ന് തന്നെ അവിടെ തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്ക് ബ്ലഡ് മൊത്തം ക്ലോട്ടായി. അങ്ങനെ എമർജൻസി അവർ ക്ലോട്ടായ ബ്ലഡ് അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു. അങ്ങനെ ഈ ഒരു സൈഡിലെ ബോൺ എടുത്ത് അവർ പുറത്ത് വെച്ചിട്ടാണ് അവർ ഓപ്പറേഷൻ നടത്തിയത്. പിന്നീട് അവർ പറഞ്ഞു അവിടെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ട്, അവിടെ നട്ടലിന് പൊട്ടലുണ്ട്, പിന്നെ ഹിപ്പിൻ്റെ ഇവിടെ പൊട്ടലുണ്ട്, ലെൻസിന് പ്രോബ്ലം ഉണ്ട്, മൊത്തം പോയി കിടക്കുകയാണ്. ഒരു തെങ്ങ് വീണതല്ലേ, സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് മടൽ അല്ലെങ്കിൽ ഒരു തേങ്ങ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഒരു തെങ്ങ് വീണ് കഴിഞ്ഞുള്ള കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ അവളെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി. ഞാൻ അവളെ കണ്ടു. അവളെ കണ്ടപ്പോൾ അവസ്ഥ അവിടെ മുഖം തന്നെ മാറിപ്പോയി. എന്നെ പറയാ, ഞാൻ മാതാവിന് തന്നെ അവളെ വിട്ടുകൊടുത്തു. പിന്നെ ഫെബ്രുവരി 26 അവരുടെ 4ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് 26 ആകുമ്പോഴത്തേനും എനിക്ക് 2 പേരെ തിരിച്ചു തരുവാണെങ്കിൽ എനിക്ക് ഇസബെല്ലിനെ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ 4 പേരെ എടുത്തു, ഞങ്ങൾക്ക് വേണ്ട, ഇനി ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് കൂടുതലുണ്ടായിരുന്ന ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും, നീ കൃപാസന മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, ഓക്കെ ഞങ്ങളും വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വെൻറ്റിലേറ്ററിൽ എന്നെ എൻ്റെ ഹസ്ബൻഡിനെ കയറ്റാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളാൽ കഴിയേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ അവൾക്ക് യൂറിനറി ഇൻഫെക്ഷനായി, ബ്ലഡിൽ ഇൻഫെക്ഷനായി, മൊത്തം പിന്നെ യൂറിനൊന്നും കൺട്രോൾ ഇല്ലാതെ പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ബാഡായിട്ടുള്ള സിംറ്റമായിട്ടാണ് ഇവർ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ഇനി നിങ്ങൾ തീരുമാനിക്കുക, എന്തിനും തയ്യാറായി നിന്നോ. അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്, ഒരു 3:30 സമയം. 5-ാം തീയതി വൈകുന്നേരം തൊട്ട് 6-ാം തീയതി കഴിഞ്ഞു. 6-ാം തീയതിയും ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല. അവർ പറഞ്ഞു നമുക്കൊന്നുമില്ല, പറയാനായിട്ട് ഒന്നുമില്ല, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. 6-ാം തീയതി വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു 7-ാം തീയതി ഒരു CT സ്കാൻ ഉണ്ട്, അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഇനി മുമ്പോട്ട് എങ്ങനെയാണ് എന്താ. എന്നാലും ഇവർ ഒരു പ്രതീക്ഷ, 1% പോലും ഇവർ പ്രതീക്ഷ നമ്മളോട് പറയുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ പറഞ്ഞെങ്കിലല്ലേ നമുക്കും ഒരു ഇതുള്ളൂ. പക്ഷേ ഇവരൊന്നും പറയുന്നില്ല, എന്തിനും തയ്യാറായിട്ട് നിന്നോ. ആ സമയത്ത് എനിക്ക് അവിടെ ടിൻസസിനെ ഓർക്കാൻ പോലും പറ്റുന്നില്ല.